നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം 11. ആ ഹനു, നീ ഒന്നും പറയുന്നില്ല. എന്തായാലും ഉമ്മാനോടും ഉപ്പാനോടൊക്കെ നിനക്ക് കല്യാണത്തിന് സമ്മതാണെന്ന് പറയട്ടെ. അനക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഹനു, നീ പെട്ടെന്ന് പറയേ. അധിക സമയം ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒരു മറുപടി തന്നാല് നിനക്ക് വേഗം പോവാലോ. എനിക്ക് എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഹന അങ്ങനെ പറഞ്ഞതും ആശി അൽഹംദുലില്ലാ അവന്റെ കണ്ണും കൽബും നിറഞ്ഞു. ഹന പോകാൻ ഒരുങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് ആശി, ഹനു, ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ആദ്യ പടിയിലാണ് നമ്മൾ ഇന്ന്. നീയും ഞാനും റാഹത്താവുകയും ചെയ്തു. പറ്റുമെങ്കിൽ അള്ളാഹുവിനോട് ശുക്ർ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ മറക്കണ്ടട്ടോ. ഹനയുടെ മനസ്സിൽ ആ മുഖം വല്ലാതെ അങ്ങ് പതിഞ്ഞു. ഇരു ഹൃദയങ്ങളും വല്ലാത്ത റാഹത്തിലാണ്. ആശിക്ക് ഒരുപാട് നാളത്തെ സ്വപ്നം നിറവേറുന്നു. ഹനുവിന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആഗ്രഹിച്ചതിലപ്പുറം എന്തോ നേടിയ പോലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നാഥനിലേക്ക് കൈ ഉയർത്തി റബ്ബേ എല്ലാം ഹൈറിലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഹാഷി, ഇതെവിടെ? ഹനയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു പോയതല്ലേ? ഹന മുകളിൽ റൂമിലും ആഷി താഴെ മുസല്ലയിലാണ്. എന്താ ഇത് കഥ? അത് കേട്ടപ്പോ തന്നെ മജീദ് ഉറപ്പിച്ചു കാര്യം ഏതാണ്ട് സെറ്റായിട്ടുണ്ടെന്ന്. മജിയാപ്പ, അനുവിനിപ്പോ കല്യാണത്തിന് സമ്മതാണ്. ഇത് കേട്ടപ്പോ എല്ലാവരും ഒന്ന് ഞെട്ടി. മജീദ് ഖാന്റെ ഹൃദയം സന്തോഷത്തിലുപരി സങ്കടം കൊണ്ട് നിറഞ്ഞു. അതൊന്നും അവിടെ കാണിച്ചില്ല. അനു നിസ്കാരം കഴിഞ്ഞ് ആദ്യം വന്നത് സുമയുടെ അടുത്ത്. ആ ഉമ്മയും മോളും സന്തോഷത്തിന്റെയും നൊമ്പരത്തിന്റെയും കണ്ണുനീർ നിറച്ചു. മോളെ ഹനു, എന്റെ കുട്ടിക്ക് എല്ലാം റബ്ബ് ഖൈറിലാക്കി തരട്ടെ. ഷെഹീന് തന്റെ കല്യാണത്തിന്റെ ആനന്ദമെല്ലാം തകർന്നടിയും പോലെ. ഹനു പോയാല് ഈ വീട്ടിൽ പിന്നെ എന്ത് സന്തോഷം. ഉള്ളിലെ സങ്കടം പുറത്ത് കാണിച്ചില്ല. ഷാന് എല്ലാവരുടെ ഇടയിൽ നിന്നും എണീറ്റ് പെട്ടെന്ന് മുകളിലേക്ക് പോയി. ആരും കാണാതെ വാഷ് ബേസിനടുത്ത് നിന്ന് മുഖം ഒരുപാട് തവണ കഴുകിക്കൊണ്ടിരുന്നു. ആ അപ്പൊ മജീദേ, നമുക്ക് നിക്കാഹിന് ഡേറ്റ് അങ്ങ് കുറിക്കാം. ചങ്കിൽ എന്തോ കനം വന്ന പോലെ. മജീദ് കാക്ക് ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. എന്നാലും ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചു. നിക്കാഹും ഷെഹിന്റെ കല്യാണം ഒരുമിച്ചാക്കാം. അന്നത്തേക്ക് നിക്കാഹ് കൂടി നിശ്ചയിക്കാം. അത് വേണ്ട മജിയാപ്പ, നിക്കാഹ് ആദ്യം നടത്തണം. ഷെഹിന്റെ കല്യാണത്തിന്റെ കൂടെ കല്യാണം നടത്തണം. അതെ, എല്ലാവരും ഒരു വീട്ടിൽ തന്നെയല്ലേ. നിക്കാഹ് ആദ്യം കഴിഞ്ഞെങ്കിൽ കല്യാണ ഒരുക്കങ്ങൾ വേണ്ടി ഒരുമിച്ച് കാണലും മുണ്ടലൊക്കെ വേണ്ടി വരും. അതിലേക്കൊരു റാഹത്ത് വേണമെങ്കിൽ ആദ്യം നിക്കാഹ് കഴിയണം. റൂം കൂടലും മറ്റു ചടങ്ങൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാവട്ടെ. അതിനൊന്നും ധൃതിയില്ല മജിയാപ്പ. എന്തായാലും എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. വൈകാതെ തന്നെ നിക്കാഹ് നടത്താം. വീട്ടിൽ വെച്ച് തന്നെ മതിയല്ലോ. വലിയൊരു പരിപാടി ഒന്നും വേണ്ട. 1 മാസം കഴിഞ്ഞാൽ കല്യാണമായി. ആശി പറഞ്ഞു നിർത്തി. ആശിക്ക് എപ്പോഴും ഉറച്ച നിലപാടാണ്. അവന് പറയുന്നത് ശരിയാണെന്ന് അവർക്കൊക്കെ തോന്നി. എന്നാ പിന്നെ നമ്മൾക്ക് അടുത്ത വ്യാഴാഴ്ച നിക്കാഹ് നടത്താം. എല്ലാം വളരെ പെട്ടെന്ന്. വെറും 4 ദിവസം. എല്ലാവരും വലിയ സന്തോഷത്തില്. എന്നാലും ഉള്ളിലെ നൊമ്പരമിട്ട് അമ്മാനമാടുന്ന മജീദ് കൈ മക്കളും സുമയും ഹനയും. ആശി റബ്ബിന് മുന്നിൽ ഒരുപാട് ശുക്ർ ചെയ്തു. ഒരു ആണിന് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം അതെനിക്ക് കിട്ടിയിരിക്കുന്നു. സ്വാലിഹത്തായ ഒരു ഇണ. അൽഹംദുലില്ലാ. നാജി ആന്റിയും അഹമ്മദ് കയും ഒക്കെ വലിയ സന്തോഷത്തിൽ തന്നെ. അവരുടെ മകന് വേണ്ടി ആഗ്രഹിച്ചതിലും വലുത് കിട്ടിയിരിക്കുന്നു. മജീദ് ക ചോറൊന്നും അധികം കഴിച്ചില്ല. പെട്ടെന്ന് പോയി കിടന്നു. എന്റെ പൊന്നു മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിക്കാഹിന് കൈ കൊടുക്കണമെങ്കിൽ, അവൾ മറ്റൊരാളെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ അവളുടെ രക്തബന്ധം തന്നെ വേണം. അതെ, അനയുടെ ഉപ്പച്ചി അനീഫ്കയുടെ സഹോദരൻ നിസാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ അനീഫ്കയുടെ കുറച്ച് കുടുംബങ്ങളും ഉണ്ടാവും. നിക്കാഹിന് കൈ കൊടുക്കാനുള്ളത് നിസാറാണ്. അല്ലാ, എന്റെ മോള് നിക്കാഹിന് കൈ കൊടുക്കാൻ എനിക്കാവില്ല. ഇത്ര കാലം പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞാൻ ആരുമല്ല. ഇതുവരെ ഒന്ന് വന്ന് കാണുക പോലും ചെയ്യാത്ത അവരൊക്കെ സ്വന്തം മക്കളെ പോലെ അവളെ മേലെ അവകാശമുണ്ട്. ഈ ദുനിയാവിൽ നീ എനിക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം തന്നെയാണിത്. സ്നേഹബന്ധത്തിലുള്ള എനിക്ക് ഒരു പൊന്നുമോളെ തന്നിട്ട് ഞാനുമായിട്ടുള്ള രക്തബന്ധത്തിൽ നിന്നകറ്റി കൂടുതൽ ചിന്തിക്കാനായില്ല. കൊച്ചു കുട്ടികൾ ഉതുമ്പുന്ന പോലെയാണ് മജീദ് ക ആരും കാണാതെ വിങ്ങു പൊട്ടിയത്. മറുപുറത്ത് ഹനയും നിക്കാഹിന് അണിയാനുള്ള ഡ്രസ്സും മറ്റുമൊക്കെ വാങ്ങിക്കാൻ ഹനയും കൂട്ടി ആമിനയും ഷഹനയും സുമിയും പിന്നെ നാജിയാന്റിയും മാത്രം പോയിട്ടുള്ളൂ. ഇപ്പൊ വലിയ ഷോപ്പിംഗ് ഒന്നും വേണ്ട. കല്യാണം വൈകാതെ ഉണ്ടല്ലോ. ഏതായാലും
ഏറ്റവും മുന്തിയ ഒരിനം ലെഹങ്ക തന്നെ എടുത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുക്കാൻ പോയപ്പോ തന്നെ ആശിയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. മുഖവും മുൻകൈയും അല്ലാതെ വേറെ എവിടെയും കാണാൻ പാടില്ല. നിക്കാഹ് ആയതുകൊണ്ട് അങ്ങനെ ഇടട്ടെ, പുറത്ത് എവിടെയും ഇറങ്ങില്ലല്ലോ, വീട്ടിൽ തന്നെ അല്ലേ. പുറത്ത് ഇറക്കുവാണെങ്കിൽ അതും കാണിക്കാൻ പാടില്ല. അപ്പോ പിന്നെ അതിനൊക്കെ ഒക്കുന്ന ഒരു ഡ്രസ്സ് എടുത്താൽ മതി. പിന്നെ മഹർ ആശി തനിയെ പോയി എടുത്തോളാം, അത് എല്ലാവർക്കും സർപ്രൈസ് ആണെന്ന് അവൻ പറഞ്ഞത്. നിക്കാഹിന് തന്നെ ഏകദേശം ആഭരണങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് മജീദ്ക്കയുടെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരുക്കങ്ങൾ ഏകദേശം തുടങ്ങി. നാളെയല്ലേ നിക്കാഹ്. കയ്യിലും കാലിലുമൊക്കെ മൈലാഞ്ചി ചുവപ്പ് പരന്നു. ഇല ഊരി അരച്ച മൈലാഞ്ചി തന്നെ വേണമെന്ന് ആനയുടെ നിർബന്ധമായിരുന്നു. ട്യൂബ് മൈലാഞ്ചി ഇട്ടാല് ഒതു ശരിയാവില്ലെന്നും പറഞ്ഞ് അത് അവൾ ഒഴിവാക്കി. മജീദ്ക്കയുടെ ആ വലിയ മണിമാളികയിൽ എങ്ങും ആനന്ദാഹ്ലാദങ്ങൾ മുഴങ്ങി. അനയുടെ ഒപ്പച്ചി അനീഫ്കയുടെ ചില കുടുംബങ്ങളും എത്തിയിട്ടുണ്ട്. സുമി വല്ലാത്ത സന്തോഷത്തിൽ തന്റെ മോളെ നിക്കാഹാണ് നാളെ. ഷാനും ഷെഹീനും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം പങ്കിടുന്നു. കുഞ്ഞു പെങ്ങളായി കയറി വന്ന ഹനമോള് നാളെ മണവാട്ടിയാകുന്നു. വല്ലാത്തൊരാനന്ദം. തന്റെ രക്തത്തിൽ ഒരു പെൺകുഞ്ഞ് പിറന്നില്ലെങ്കിലും റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മോളെ വളർത്തുവാനും ഹൈറായൊരു ജീവിതം അവൾക്ക് കൊടുക്കാനും എന്നെ കൊണ്ടായല്ലോ. ഈ രാത്രി എത്ര കണ്ണടച്ചിട്ടും അടയുന്നില്ല, ഉറക്കു വരുന്നേയില്ല. ആശയും ഹനയും ഏതോ സ്വപ്ന ലോകത്ത്. നാളെ മുതൽ എന്റെ പദവികൾ മാറുന്നു. ഞാനൊരു ഭാര്യയാകുന്നു, മരുമകളാകുന്നു. ചെറിയ പേടിയൊക്കെയുണ്ട്, എന്നാലും മനസ്സിൽ ഒരുപാട് മനക്കോട്ട കിട്ടുന്നു. ഉറങ്ങാൻ കഴിയുന്നില്ല. ആശി നേരാം വണ്ണം ഉറങ്ങിയിട്ട് 3-4 ദിവസമായി. കാണുന്ന സ്വപ്നങ്ങൾക്ക് അതിരില്ല. ഹന വന്നതിന് ശേഷം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിക്കാഹ് ഒന്ന് കഴിയട്ടെ. ആ ഒരു രാത്രി ഒരുപാട് ദൈർഘ്യമുള്ളതുപോലെ തോന്നി അവന്. സുബഹിന്റെ മുന്നേ തന്നെ ഒച്ചയും ബഹളവും, ആകെ തിരക്കും. എല്ലാവരും വലിയ തിരക്കിലാണ്. 10 മണിക്ക് നിക്കാഹ്. അപ്പോഴേക്കും ഹനയെ ഒരുക്കി കഴിയണം. പുതുനാരിയായി ചമഞ്ഞാലും ആരും ഫോട്ടോ എടുക്കരുതെന്ന് ഹനയുടെ നിർബന്ധമായിരുന്നു. അവളുടെ ഫോണിൽ മാത്രം എടുക്കാനാണ് തീരുമാനം. ആ തീരുമാനം തന്നെ ആഷിക്കിനും. ഫോട്ടോ എടുക്കുവാണെങ്കിൽ വാതിലടച്ചിട്ട് ഞാൻ മഹർ കിട്ടുമെന്ന് അവന്. തന്റെ ഫോട്ടോ അന്യരുമായിട്ടുള്ള ആരും കാണാൻ പാടില്ലെന്ന് അവൾക്ക് നിർബന്ധമാണ്. ഫോട്ടോയിൽ കാണിക്കാമെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ശരീരം മറച്ചു നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരുന്നു ആശയുടെ നിലപാടും. പെണ്ണ് അമൂല്യമാണ്, അവളെ കാഴ്ചക്കാർക്ക് കാണിക്കാനുള്ളതല്ല. ആശിന്റെ മുന്നിൽ പിന്നെ ആർക്കും മറുപടിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നുമില്ല. ഹന കുളിച്ചിറങ്ങി. ഷഹനത്തെയും ഷമിനത്തെയും ആശിന്റെ പെങ്ങള് ആമിനത്തെയൊക്കെയാണ് ചമയക്കുന്നതിന് മുന്നിലുള്ളത്. വാതിലിൽ ആരോ മുട്ടുന്നോ. നീയാ, ഒന്ന് നോക്ക്. ആ, അത് ആശിക്കയാണ്. ആമി, എന്താ ആശി, ഉള്ളിലെ ഹന മാറ്റുകയല്ലേ? ആമിനെ പുറത്തേക്ക് വിളിച്ചു. ഡ്രസ്സിന്റെ മുന്നേ ഹനയോട് ഒടു എടുക്കാൻ പറയേ. അതും പറഞ്ഞ് ആശി പോയി. ആശി പറയാൻ തന്നെ അതൊക്കെ അവൾക്ക് അറിയാമായിരുന്നു. ഉദു എടുത്തിട്ടാ ഒരുങ്ങാൻ നിന്നത്. 10 മണി. പള്ളിയിലെ ഉസ്താദ് വന്നിട്ടുണ്ട്. വീട്ടിലെ ഹാളിൽ വലിയ മുസല്ല വിരിച്ചിട്ടുണ്ട്. അവിടെയായിരിക്കുന്നത്. പാന്റും കോട്ടും ഒക്കെ ഇട്ടിട്ട് സുന്ദരനായി നിൽക്കുന്ന ആശി. എന്താ ഒരു ലുക്ക്. നിയാസ് ഒന്ന് കളിയാക്കി. ആരും ഒന്ന് നോക്കി പോകും. മൊഞ്ചൻ. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.